ചേട്ടാ അങ്ങോട്ട് വരാം. ചേട്ടാ ഇവിടെ ഇരുന്നാ ഞാൻ അങ്ങോട്ട് ഗാന്ധി ഭവൻ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അതിഥിയായിട്ടല്ല, ഇത് നമ്മുടെ കുടുംബമാണ്. ചേട്ടാ അങ്ങോട്ട് വരാം. ചേട്ടാ ഇവിടെ ഇരുന്നാ ഞാൻ അങ്ങോട്ട് ലോകൈക കുടുംബകം എന്ന് പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗാന്ധി ഭവൻ എന്ന് പറയുന്നത് പത്തനാപുരത്തിന്റെ ദേവാലയമാണ്. ജാതി മതങ്ങൾക്കപ്പുറം വലിപ്പച്ചെറുപ്പമില്ലാത്ത കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ മാത്രം കൈമാറുന്ന, അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു അഭയ കേന്ദ്രമാണ്. ആരുപേക്ഷിച്ചാലും ആര് തെരുവിലിറക്കി വിട്ടാലും ഗാന്ധി ഭവൻ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. ലോകൈക കുടുംബകം എന്ന് പറയുന്ന ലോകം എല്ലാവരും ജാതി മതങ്ങൾക്കപ്പുറമായി ഒരു കുടുംബമായി ജീവിക്കുന്ന കാഴ്ച. ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസഡർ ഞാനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അങ്ങോട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഓഫർ ചെയ്യുകയും സോമരാജ് സാറ് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഗണേഷ് കുമാർ ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന് ഇവിടെ ഒരു ചെറിയ കുഴിയിൽ സോമരാജ് സാറ് ഞങ്ങളൊരു 10-15 പേരുടെ സാന്നിധ്യത്തിൽ ഞാൻ കല്ലിട്ടതാണ് ഗാന്ധി ഭവൻ. അവിടെ 20 കോടിയുടെ കെട്ടിടം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷിക്കുന്ന ആൾ നിങ്ങളല്ല, ഞാനാണ്. കാരണം ഇതെല്ലാം തുടങ്ങി വെച്ചാണെന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗാന്ധി ഭവന്റെ തുടക്കം മുതൽ 3 അന്തേവാസികളും സോമരാജൻ സാറും അവരെ കുളിപ്പിച്ചും ഭക്ഷണം കൊടുത്തും അവരെ കാലിൽ എണ്ണയിട്ട് കൊടുത്തും, വൃദ്ധരായ 3 പുരുഷന്മാർ, നല്ല തടിയുണ്ട്, ഇപ്പോഴേക്ക് ഓർമ്മയുണ്ട്, അവര് കട്ടിലിരിക്കും, കാലിൽ എണ്ണയിട്ട് കൊടുത്തും മുട്ടുതടയിൽ കൊടുത്തും അവർക്ക് ആഹാരം വാരിക്കൊടുത്തും അവരെ കക്കൂസിൽ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ചും സ്നേഹിച്ച് തൊട്ട് തലോടി. അന്ന് സഹായികൾ ആരുമില്ല, സോമരാജൻ സാറുണ്ട്, വിജയനമ്പാടി സാറുണ്ട്. ഒരു സ്നേഹനിധിയായ അച്ഛൻ്റെ, പോലീസ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ പുനലൂരിലുണ്ടായിരുന്നു. അദ്ദേഹം വഴിയിൽ കാണുന്ന നിർധനരായ അനാഥരായി അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികളെയും ഭിക്ഷാടനരിക്കുന്ന പാവങ്ങളെയും വിളിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് മുടിവെട്ടി തലയെല്ലാം കഴുകി തലയിലെ പേനെല്ലാം എടുത്ത് കളഞ്ഞ് നഖമെല്ലാം വെട്ടി കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു അച്ഛൻ. ആ അച്ഛന്റെ മകനാണ് ഇന്ന് ലോകപ്രശസ്തനായി മാറിയിരിക്കുന്ന സോമരാജ് സാർ. എനിക്ക് ഒരു കാര്യത്തിലെ നിരാശയുള്ളൂ, കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിന് ഇതുവരെ പത്മശ്രീ കൊടുത്തില്ലല്ലോ എന്നതിന് നിരാശയുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഒരാൾക്ക് പത്മശ്രീ കിട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് ശ്രീ സോമരാജ് സാർ. ശരിയല്ലോ, ഞാൻ വന്ന് ചേട്ടനെ കാണാം, ഞാൻ വരാം. 2 ദിവസം കഴിഞ്ഞ് പറയാം ചേട്ടാ, എനിക്ക് ആത്തായ പോയിട്ട് വന്നിട്ട് വരാം. ഞാൻ പറയാം, ഞാൻ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണാൻ വരണമെന്ന്. പറഞ്ഞ കൂടി സ്ഥലത്തില്ല, പക്ഷെ ലണ്ടല്ല, തിരുവനന്തപുരത്ത് പോലെ കോഴഞ്ചേരി.